നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം പടവുകളിൽ ചേരുന്നത് പ്രൊഫസർ ഞായത്ത് ബാലൻ മാഷാണ്. മുളയങ്കാവ് സ്വദേശിയാണ്, എഴുത്തുകാരനാണ്, കഥകളി ആസ്വാദകനും ഗ്രന്ഥകർത്താവുമാണ്. ശ്രീ ഞായത്ത് ബാലൻ മാഷെ ആദരപൂർവ്വം പടവുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മാഷ് ഈ മേഖലയിലെ ഇപ്പോൾ നേരെ തന്നെ നമുക്ക് ചോദ്യം എന്നല്ല, വർത്തമാനത്തിലേക്ക് കടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കഥകളി ഒരു വലിയ ഹൃദയവായ്പോടുകൂടി കാണുന്ന ഒരാളാണ്. അതെങ്ങനെ കുട്ടിക്കാലം മുതൽ തന്നെ ആ ശീലം ഉണ്ടായിരുന്നോ? ആ കഥകളി കാണാൻ രസമായിരുന്നു. അപ്പോൾ കാണാൻ സൗകര്യം കിട്ടുമ്പോൾ കാണാം. പക്ഷേ എനിക്ക് ഒരു 10-15 വയസ്സ് വരെ കഥകളി കാണാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. ഞാൻ അതുവരെ ജനിച്ചതും ഒരു 15 വയസ്സ് വരെ വളർന്നതും മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്താണ്. അവിടെ കന്മനം, ഇപ്പോൾ വൈരങ്കോട് അമ്പലത്തിൻ്റെ ഒക്കെ അടുത്ത തിരുനാവായ അതിൻ്റെ വടക്ക് ഭാഗമാണ് കന്മനം. നോർത്ത് കന്മനാണ് ഞങ്ങളുടെ ഏരിയ, മറ്റേ സൗത്ത് കന്മനാണ്. അതാണ് കന്മനം തന്നെ രണ്ട് പഞ്ചായത്താണ്, നോർത്തും സൗത്തും. അതാണ്. അപ്പോൾ അവിടെ കഥകളിക്കുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അവിടുന്ന് കഥകളി കണ്ടിട്ടുണ്ട്. തിരുനാവായ സർവോദയമേള ഗംഭീരമായിട്ട് നടന്നതിൻ്റെ കാലമുണ്ട്. ഫെബ്രുവരി 11-12 അത് സ്ഥിരമായിട്ട് എല്ലാ കൊല്ലം നടക്കും. അന്ന് ഞങ്ങൾ പരിസരത്തിലുള്ള സ്കൂളിൽ നിന്നൊക്കെ പിന്നെ കുട്ടികളെ ജാഥയായിട്ട് അവിടെ കൊണ്ടുപോകും. സ്കൂളിൻ്റെ ഒരു എക്സ്കർഷൻ പരിപാടി പോലെ കൊണ്ടുപോകാറുണ്ട്. കാരണം അവിടെ ഈ എക്സിബിഷൻ കുറേ ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ പഞ്ഞി നൂല് തുടങ്ങിയിട്ട് അത് വസ്ത്രമായിട്ട് പ്രിന്റ് ചെയ്തിട്ട് പിന്നെ വസ്ത്രമായിട്ട് വരുന്നവരുള്ള പ്രോസസ്സ് കാണിക്കുന്ന ഏർപ്പാട്. അതുപോലെ തന്നെ തീപ്പെട്ടി ഈ കേളപ്പഞ്ചേരിയൊക്കെ പാട് ആദ്യം തിരുവത്ര ദാമോദരൻ കേളപ്പൻ പിന്നെ കുടിൽ വ്യവസായങ്ങൾക്കാണല്ലോ ഒന്ന് പ്രാധാന്യം. അങ്ങനെയുള്ള അത് കാഴ്ചയ്ക്ക് അന്ന് കുട്ടികൾക്ക് സൗകര്യം കഴിയുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ഒരു പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കൊണ്ടുപോയിരുന്നു. അങ്ങനെ പോയിട്ടുണ്ട്. അവിടെ കലാപരിപാടിയുടെ അവസാനം കഥകളിയ പതിവ്. ഈ സർവോദയ മേളയിൽ അതെ, അത് സദനത്തിലോ കലാമണ്ഡലത്തിലൊക്കെ പതിവുണ്ട്. കലാമണ്ഡലത്തിലെ പല സുഹൃത്തുക്കളെ ഞാൻ ആദ്യം അവിടെ കിട്ടുന്നുണ്ട്. അന്ന് ഞാൻ 7ൽ പഠിക്കുന്ന കാലമാണ്. എവിടെ പഠിച്ചിരുന്നത് ബാല്യകാലത്ത്, ചെറുപ്പത്തില്? അവിടെ കന്മനം നോർത്ത് സ്കൂള്, പിന്നെ പാറക്കൽ UP സ്കൂള്, കാഞ്ഞിരക്കോൽ UP സ്കൂള്. തിരുനാവായ നവാബുകുന്ദ ഹൈസ്കൂളിലാണ് ഞാൻ ESLC പരീക്ഷ എഴുതിക്കുന്നത്. എലിമെന്ററി സ്കൂൾ 8ാം ക്ലാസ് വരെ അല്ലേ? എലിമെന്ററി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ESLC. അത് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് 4th ഫോമിൽ ചേരാം ഹൈസ്കൂളിൽ. പിന്നെ ഹൈസ്കൂൾ അതെവിടെ ഉണ്ടായിരുന്നേ? വല്ലപ്പുഴ. അത് മുതൽക്ക് ഏരിയ മാറി പാലക്കാട് ജില്ലയിലേക്ക്. അതെ, അതിലുള്ളൊരു പ്രശ്നം തന്നെയാണ്. ഈ ഞാൻ താമസിക്കുന്ന നെല്ലാപ്പറമ്പ് പറയും, കൽപ്പഞ്ചേരിക്ക് എടുത്തത്. അവിടുന്ന് ഇരിങ്ങല്ലൂരിൽ അങ്ങോട്ട് പോകണം, ഉള്ളിലേക്ക് പോകണം, കുറച്ച് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അവിടുന്ന് ഒരു 8 കിലോമീറ്ററെങ്കിലും വരും നവാമുകുന്ദ ഹൈസ്കൂളിലേക്ക്. അടുത്തുള്ള സ്കൂൾ അതാണ്. അല്ലെങ്കിൽ പിന്നെ തിരൂരാണ്. തിരൂർ ഹൈസ്കൂളിലേക്കും, തിരൂർ ഗവൺമെൻറ് ഹൈസ്കൂളാണ്. അവിടേക്ക് കിടക്കണമെങ്കിലും ഉരുട്ടുതോട വേണ്ട സാധനമുണ്ട്. പേരിന് ഉരുട്ടുതോടതാണ്. വീതി വളരെ കുറവ്, അപാര ഒഴുക്കാണ്. അത് കടന്ന് ഒരു 8 കിലോമീറ്റർ അവിടേക്ക് നടക്കണം. ഭാരതപ്പുഴ ഭാരതപ്പുഴ ഇവിടേക്ക് നവാമുകുന്ദ ഹൈസ്കൂളിലേക്ക്. ഇവിടേക്ക് ഈ ഉരുട്ട് തോടാണ്, പുഴയ്ക്ക് പോകുന്ന തോടാത്. പക്ഷെ ആ തോടിന്റെ ഒഴുക്ക് സഹിക്കില്ല. അതാണ് എന്ത് സാധനമായിട്ട് ഉരുട്ടി കൊണ്ടുപോകണം എന്താ പറയാ, ഉരുട്ട് തോട എന്നുള്ള പേരാണ്. അതാണ്. അപ്പോൾ അന്ന് പിന്നെ ഈ ഇവിടെ മറ്റുള്ള ഹൈസ്കൂളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കൊല്ലം ഞാൻ ഹൈസ്കൂളിൽ പോവാതെ എൻ്റെ സ്കൂളിൽ നിന്ന് ഏറ്റവും അധികം മാർക്ക് വാങ്ങി ESLC പാസ്സായ ആളാണ് ഞാൻ. പക്ഷേ ഹൈസ്കൂൾ പഠിക്കാൻ സൗകര്യമില്ല, ഈ തോടിനെ പേടിച്ചിട്ട്. അല്ല, ഒന്നുകിൽ അവിടേക്ക് പോകണം, അല്ലെങ്കിൽ തിരുനാവായിക്ക് പോകണം. അത് പിന്നെ കൂട്ടുകാരും ഉണ്ടാവില്ല. ഞാൻ 7ാം ക്ലാസ് അവിടെ നിന്ന് പഠിക്കുമ്പോൾ തന്നെ 4 കുട്ടിയാണ് 8ാം ക്ലാസ്സിന് പാസ്സായിട്ടുള്ളത് ESLC. ആ 4 കുട്ടിയിൽ 2 കുട്ടിയുടെ ഹൈസ്കൂളിലേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അന്ന് വേറൊരു പ്രശ്നമുണ്ട്. ഹൈസ്കൂളിൽ ഞങ്ങൾക്കൊക്കെ ഫീസുണ്ട്, ട്യൂഷൻ ഫീസുണ്ട്. 8 രൂപ കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാനുള്ള പ്രയാസം ഉണ്ടാകാത്ത. അപ്പോൾ അതുകൊണ്ടൊക്കെ പാടെ ഒരു കൊല്ലം വിദ്യാഭ്യാസം മുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ അച്ഛൻ ഇവിടെ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. തറവാടാണ് അപ്പോൾ? അതെ. അമ്മയുടെ അച്ഛൻ വെട്ടത്ത് വരലാശ്ശേരി നമ്പൂതിരിയാണ്. അവര് കഥകളി പാരമ്പര്യം ഗംഭീരമായിട്ടുള്ള കൂട്ടരാണ്. അവിടുന്നാണത് കിട്ടിയിരിക്കണത്. പക്ഷേ അവരായിട്ടുള്ള അടുപ്പരിച്ച് കുറവാണ്. പക്ഷേ അത് അങ്ങനെ കിട്ടിയിട്ടുണ്ടാവാം, ഇല്ലാതെ പറയാൻ പറ്റില്ല. മുത്തച്ഛൻ കഥകളിയിൽ നല്ലൊരു ഗീതക്കാരനായിരുന്നു എന്ന് അദ്ദേഹം മരിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഈ കുട്ടിക്കാലത്ത് കഥകളിച്ചൊക്കെ പോകുമ്പോൾ, ഈ അമ്പലത്തിലെ ഉത്സവത്തിന് കഥകളിച്ചൊക്കെ പോകുമ്പോൾ വന്നിട്ട്
എന്തായിരുന്നു വേഷം, ആരാണ് ചെയ്തത്, എന്തൊക്കെ ചോദിക്കുക. മുത്തച്ഛന് എന്ത് കഥകളി, എന്നോളം വല്ല വിവരമുണ്ടോ? കാരണം മുത്തച്ഛൻ പുറത്തുകൂടി ഞാൻ കണ്ടില്ല. ഒരു ഉണ്ടപ്പൻ്റെ മാതിരിയാണ്, ഉമ്മളത്തിരിക്കുവാൻ കോണകം മാത്രം മതി എന്ന് പറയുന്നത് ശായല മുത്തച്ഛനെ. അങ്ങനെ ഇവിടെ പെരുമാറാൻ അങ്ങനെയാണ്. മുത്തച്ഛൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതെ, പിന്നെ വെറും നാമജപം മാത്രമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഈ വീട് ഇങ്ങനെ ചെയ്തത്. വീട് നിന്ന് ഇറങ്ങണത് കുളത്തില്ല, തേവാര കുളത്തിലാണ് അധികം സമയം ഉണ്ടാവുക. അങ്ങനെയാണ് അവർ. അപ്പോൾ അവർ കഥകളി പാരമ്പര്യം നല്ലുള്ള കൂട്ടരാണ്. പ്രത്യേകിച്ച് കല്ലുവഴി സമ്പ്രദായമായിട്ട്. അതെ, അത് ഞാൻ ചോദിക്കുക. കല്ലുവഴി ചിട്ടയുടെ കാവലാൾ അങ്ങയുടെ ഒരു പുസ്തകത്തിന് കേരള കലാമണ്ഡലത്തിന്റെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഓടക്കുഴൽ പുരസ്കാരം. അത് കല്ലുവഴി ചിട്ടയുടെ കാവലാൾ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് അങ്ങാണ്. അതിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാ സാറേ? അത് കല്ലുവഴിച്ചിട്ടയുടെ കാവലാളി പിന്നെ ആണ് ആദ്യം വരണത്. ആദ്യം ഇപ്പോൾ നമ്മളെ നാട്യാചാര്യന്റെ ജീവിതമുദ്രകൾ, നാട്യാചാര്യന്റെ ആദ്യം വരണം. അതിന്റെ ആദ്യം വരണത് രാമൂട്ടി സാറിന്റെ തിരനോട്ടാണ്. അതെ അതെ, തിരനോട്ടം മലയാള മനോരമയുടെ പ്രസിദ്ധീകരണം. മാതൃ ഇത് രണ്ടാമത്തെ എഡിഷനാണ്. രണ്ടാമത്തെ എഡിഷൻ മനോരമ. ഇത് ബുക്ക് ഇത് ബുക്കായിട്ട് എഡിഷൻ. പക്ഷേ മാതൃഭൂമി ആഴ്ച പൊതുപ്പില് 23 ലക്കമായിട്ട് വന്ന സാധനമാണത്. അത് വളരെ സംഭവ വികാസം ആധികാരികമായി MT വാസുദേവൻ നായർ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അത്. അപ്പോൾ MT പ്രശംസിച്ചോ സാറിന്? ആ പുസ്തകത്തിന്റെ പ്രകാശനം MT ആണല്ലോ ചെയ്തത്. MTയുടെ നിർദ്ദേശപ്രകാരമാണ് ആ പുസ്തകം മാതൃഭൂമി ഏറ്റെടുത്തത്. മാതൃഭൂമി അല്ല, അത് എഡിറ്ററാണ് സാറ്. അപ്പോൾ അതിന്റെ കഥ പറയാൻ കുറെ അധികം പറയണ്ടത്. ഈ പുസ്തകം എനിക്ക് രാമൂട്ടി സാറിൻ്റെ വേഷങ്ങൾ വളരെ ഇഷ്ടമാണ്. കഥകളിയെ പറ്റി ഗ്രഹീതം കുറവാട്ടോ, പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പോൾ ധാരാളം അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ വേഷങ്ങളും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും കഥകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അറിയാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എന്നെപ്പോലെ താല്പര്യമില്ല ചില കൂട്ടങ്ങളുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് ആരെങ്കിലും ഒന്ന് എഴുതി വെക്കണമല്ലോ. അപ്പോൾ അതിനെന്താ വഴി? ആശാൻ എഴുതില്ല അറിയാം. കാരണം അങ്ങനെ കുത്തിരുന്ന് എഴുതുന്നൊരു സമ്പ്രദായം ആശാനില്ല. എത്ര നേരം വേണമെങ്കിലും അരങ്ങത്ത് ആടും, പക്ഷേ എഴുത്തൊന്നും മുഖർക്ക് അങ്ങനെ അത് സമ്പ്രദായമില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാലത്ത് കൃഷ്ണൻ നായരുടെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ ജീവിതം അരങ്ങിലും മണിയറയിലും. അങ്ങനെ അത് മാത്രമാണ് കഥകളി കലാകാരന്മാരുടെ ഒരു ഗൗരവമായിട്ടുള്ള പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കല്ലുവഴി നാട്യാചാര്യൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ഇത് KPS മേനോൻ എഴുതിയിട്ടുണ്ട്. വളരെ ചെറിയ പുസ്തകമാണ്. KPS മേനോന് 70 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ആ പുസ്തകം അദ്ദേഹത്തിന് വയ്യാത്തൊരവസ്ഥയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേറെ ഗുരുവായൂരിലൊന്നുമില്ല. അപ്പം ഒരു ദിവസം ഞാൻ അങ്ങനെ വിചാരിച്ചു, ഒരിക്കൽ ഗുരുവായൂർ ക്ലബിൻ്റെ കഥകളിക്ക് പോയി ആ കളി കണ്ട് കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം തുടയ്ക്കുമ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിനെ പോയി കാണുകയൊക്കെ ഒരു സന്തോഷമാണ്. അങ്ങനെ വിട്ടുന്നത് കാണുമ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു മോഹമുണ്ട്, നമുക്കൊന്ന് എഴുതിക്കൂടെ? എനിക്ക് എഴുതാനൊന്നും പറ്റില്ല മാഷേ, അതൊന്നും സാധ്യമല്ല. പിന്നെ അപ്പോൾ മാഷ് അങ്ങോട്ട് വരൂ, നമുക്ക് നോക്കി നോക്കാം, പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാമൂട്ടിയത്തിൻ്റെ മകൻ അപ്പൂട്ടൻ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൂട്ടൻ പറഞ്ഞു, മാഷെ അച്ഛൻ കുറച്ചു കാലം കൂടി ജീവിച്ചോട്ടെ എന്ന്. അതെന്താ സംഗീതത്താൽ മാതൃഭൂമി ആഴ്ചവെപ്പിൽ തുടർച്ചയായിട്ട് കുറേ ആളുകളുടെ ജീവിത കഥകൾ വന്നിരുന്നു. അവരൊക്കെ ഏറെ താമസിക്കാൻ മരിച്ചു. പിന്നെ ഇവിടെ വളൻ്റെ എപ്പോഴുണ്ടല്ലോ എറണാകുളത്തെ എന്താ പ്രസിദ്ധമായിട്ടുള്ള തിരുവൈരാണിക്കുളം അല്ല, വളന്റെ ഫാക്ടറി ചെയർമാൻ ഉണ്ടായിരുന്നു, ഒരു കഥകളി കപ്പക്കാരൻ. അയാളുടെ പേരൊക്കെ മറക്കുക, ഞാനും മറന്നു. അദ്ദേഹം കലാമണ്ഡലം ചെയർമാൻ വരുന്നു. പിന്നെ MK നായരുടെ പുസ്തകം അടക്കം പകൽക്കുറിയല്ലേ അദ്ദേഹത്തിന് മാതൃഭൂമിയിൽ വന്നിരുന്നു. അത് വന്നിട്ട് 2 മാസം കൊണ്ടിട്ട് മരിച്ചു. അങ്ങനെ 5000 ദിനങ്ങൾ മറ്റേയുടെ ബലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അവരൊക്കെ ഇത് എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഏറെ താമസിക്കാം. അപ്പോൾ ഇതിലെഴുതിയപ്പോഴും അങ്ങനെ ഉണ്ടായോ? അല്ല, അപ്പോൾ പറഞ്ഞു, അപ്പോൾ അതൊന്നും സാറില്ല പറഞ്ഞു, അതിലൊന്നും എനിക്ക് വീട്ടില്ല രാമകൃഷ്ണ സാർ, അത് പോവാച്ചാൽ പോയിക്കോട്ടെ, അല്ല അപ്പോൾ ധൈര്യം സമയം വന്നാൽ പോവും. അങ്ങനെയാണ് തിരങ്ങണത്. അപ്പോൾ മാഷ് വരുക പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പിന്നെ അധികം ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ചോദിക്കുമ്പോൾ അത് കുറച്ച് അവർ 2-3 തവണ പോയപ്പോഴേക്കും അദ്ദേഹത്തിന് തികച്ചും വിശ്വാസമായി. അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുള്ള ഒരു ഫ്രണ്ടിനെ പോലെ പറയുന്നുള്ള മതി.
അങ്ങനെ അത് നോട്ട് കൊടുക്കും. എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ ശിഷ്യൻ ഒരു NP വിജയിച്ചിട്ടുണ്ട്, ആ അയാളെയും ഒപ്പം കൊണ്ടുവരുന്നു. അയാളോട് ഈ നോട്ട് ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ പോയിന്റ് കുറിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എനിക്കറിയാം, വെറും പോയിന്റ് എന്തെങ്കിലും ഓരോ സൂചന കിട്ടിയാൽ മതി. വിജേഷനോട് പറഞ്ഞു. അതെ, അത് അയാളെ ഏൽപ്പിക്കും. ഞാൻ ആശാനായിട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് എഴുതും. അങ്ങനെ ഒരു തവണ പോയിട്ട് കേട്ട കാര്യങ്ങൾ പിന്നത്തെ തവണ പോകുമ്പോഴേക്കും അത് essay രൂപത്തിലാക്കും. ആരെ ഞാനാക്കും. അത് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനെ വായിച്ച് കേൾപ്പിക്കും. ആര്? വിജേഷനാ? ഞാൻ തന്നെ. വിജേഷൻ ഒപ്പാണ് ഈ നോട്ട് എടുക്കേണ്ട കാര്യത്തിൽ മാത്രമേ വിജേഷൻ. പിന്നെ വിജേഷൻ അന്ന് ഇവിടെ രാമകൃഷ്ണ മെഷീൻ സ്കൂളിൽ BEd കഴിക്കുന്ന കാലമാണ്. അപ്പോൾ കോഴിക്കോട്ടേക്ക് ഈ സാധനങ്ങൾ എത്തിച്ച അയാളാണ്. അന്ന് MT വാസുദേവൻ ഇന്നത്തെ മാതിരി ഫോൺ സൗകര്യം ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യണ കാലത്ത് അങ്ങനെ വായിക്കും. ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയാൽ അത് പിന്നെ അന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കും. ചില ദിവസങ്ങളും ഒരു ആശാനം ഒരു മൂടുണ്ടാവില്ല, എന്നിപ്പോൾ വേണ്ട എന്നാ വേണ്ട പറയും. അങ്ങനെ അവർ തന്നെ പറയും. ഒരുപാട് തവണ മാഷ അതിനു വേണ്ടി ഇവിടെ വന്ന് ബുദ്ധിമുട്ടി പോയിട്ട് പറയും. അങ്ങനെ പറഞ്ഞെടുത്തുള്ള കാര്യമാണ്. ഇതെടുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് പുസ്തകമായപ്പോൾ അതിൻ്റെ രൂപത്തിലായി എന്നുള്ള മട്ടമായപ്പോൾ എവിടെയെങ്കിലും പ്രതികരിക്കണമല്ലോ. അപ്പോൾ ഞാൻ ആശാനോട് ചോദിച്ചു, നമുക്കിത് എവിടെയെങ്കിലും പ്രതികരിക്കണ്ടേ? അതൊക്കെ വേണ്ടതാണ്. അപ്പോൾ എവിടെയാണ്? മാതൃഭൂമിയിൽ വാസ്തുവിനെ എനിക്ക് നല്ല പരിചയമല്ലേ, പക്ഷേ എൻ്റെ സാഹിത്യം മൂപ്പർക്ക് പഠിപ്പിക്കാൻ അറിയാറുള്ളൂ. ഞങ്ങൾ തമ്മിൽ നല്ല പരിചയമാണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് രാമൻകുട്ടി ആശാൻ്റെ പേരിൽ ഞാൻ തന്നെ കത്ത് ഡ്രാഫ്റ്റ് ചെയ്തു. ഇങ്ങനെ എൻ്റെ ജീവിതാനുഭവങ്ങൾ പിന്നെ എഴുതി പരിചയമുള്ള ചില ആളുകളുടെ സഹായത്തോടു കൂടി തയ്യാറാക്കുന്നുണ്ട്. അത് മാതൃഭൂമിയിൽ പ്രതികരിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കൊടുത്തു. അത് കൊടുത്ത് പിന്നെ ഇതിനെ പറ്റിയിട്ട് MT വാസുദേവൻ നായരുടെ ഒരു അഭിമുഖം വരുന്നുണ്ട്. ഇത് VR സുധീഷ് മാതൃഭൂമി വാരാന്ത വകുപ്പിൽ 2 ലക്കായിട്ട് ചെയ്തതാണ്. പിന്നെ എന്താ അതിൻ്റെ പ്രാർത്ഥനാപൂർവ്വം എന്നാണ് അതിൻ്റെ പേര്. പ്രാർത്ഥനാപൂർവ്വം വാസുദേവൻ നായർ മാതൃഭൂമിയിൽ എഡിറ്ററായിട്ട് ഇരിക്കുമ്പോൾ വാരാന്ത പതിപ്പിലാണ് ഇത് വരുന്നത്. വീക്കില്ല മറ്റേത്. അത് എഡിറ്റർ വീക്കിലാണ്. ഇതിൽ വന്ന് VR സുധീഷ് ചെറുകഥാകൃത്തുണ്ടല്ലോ, അദ്ദേഹമാണ് അത് എഴുതിയിട്ട്. ചേളാരി കോളേജിലായിരുന്നു പ്രിൻസിപ്പാളായി റിട്ടയർ ചെയ്തു. അതെ. അപ്പോൾ അദ്ദേഹമാണ് പിന്നെ അത് എഴുതിയിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ചോദിക്കുന്നത് പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് അങ്ങ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കേണ്ടി ഒരിക്കലും. പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് പറയാത്താൽ ഒരു കാര്യമുണ്ട്. രാമൻകുട്ടി നായർ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുന്നുണ്ട്. ഇതുമായിട്ട് ഒരു കാർഡ് അയച്ചു എനിക്ക്. അത് മാതൃഭൂമിയിൽ പ്രതിജ്ഞാ തരക്കിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രാമൻകുട്ടി ആശാൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ കഥകളി വളരെ കേമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്താവും എനിക്ക് പറയാൻ വയ്യ. അപ്പോൾ പ്രസിദ്ധീകരിക്കാമെന്ന് പത്രാധിപന്മാരാകുമ്പോൾ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞത്. ചില കാര്യങ്ങൾ ഏൽക്കാൻ നിവൃത്തില്ല, ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഏൽക്കേണ്ടി വരും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണ് അത് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ മേറ്റർ അയക്കുമോ നോക്കിയിട്ട് പറയാം. MT വാസുദേവൻ നായർ സാർ പറഞ്ഞു. അപ്പോൾ എന്ന് കത്തയച്ചു, കാർഡ് അയച്ചു. മറുപടി ആ കാർഡും ആശാൻ കിട്ടിയാൽ എനിക്കത് തരാം. അതിൽ മേറ്റർ അയക്കുമോ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു. അത് കാരണം സാധനങ്ങൾ കിട്ടി, ഇവിടെ കിട്ടി. മേറ്റർ കിട്ടിയപ്പോൾ സാധനം ഉണ്ടെന്നാണ് അദ്ദേഹം. അങ്ങനെ സാധനം ഉണ്ടെന്നാണ് വാസുദേവൻ നായരുടെ പ്രതികരണം. അത് അല്ല മറ്റൊന്നുമില്ല. അത് എനിക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ചില സബ് ടൈറ്റിലുകൾ കൊടുക്കുക, ചില ചാപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചൊരു സാധനമാണത്. മാത്രമല്ല പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് മറ്റ് ജോലികൾ ചെയ്തിട്ട് മടുക്കുമ്പോൾ എനിക്കൊരു ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഞാൻ ചെയ്യാറുള്ളതാണ് ഇതെടുത്ത് കയറ്റും. അത് സാധാരണ പിന്നെ ആശാൻ കത്ത് വെച്ചിരുന്നു. സാധാരണ ഇത്തരം കാര്യങ്ങൾ ഞാൻ സബ് എഡിറ്റർമാരെയാണ് ഏൽപ്പിക്കാറ്. എൻ്റെ പ്രത്യേക താല്പര്യം കൊണ്ട് ഞാൻ തന്നെ ഇത് ചെയ്യുന്നതാണ് എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കത്തുണ്ട്. ആ കത്തും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ സാധനം വരേണ്ടത്. അപ്പോൾ അത് പിന്നെ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA BSc ടെക്സ്റ്റാക്കി 1986. അപ്പം ഒരു 97,000 ഉറുപ്പിക യൂണിവേഴ്സിറ്റി അതിൻ്റെ പ്രതിഫലം രാമൻകുട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങേക്ക് തന്നു? ഇല്ല, ഞാൻ വേണ്ടാറുണ്ട്. അപ്പം അത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന് ആത്മകഥയല്ലേ, ആത്മകഥയിൽ ഞാൻ ഉണ്ടാവാൻ പാടില്ലോ. ഇല്ല പുസ്തകത്തിന് ജീവചരിത്രം ജീവചരിത്രമല്ല, ആത്മകഥയാണ്. അങ്ങ് അദ്ദേഹം പറയണ മാതിരിയാണ്. രാമൻകുട്ടി പറയണ മാതിരിയാണ് അത് എഴുതേണ്ടത്. ഇതാണ് സാധനം. അപ്പോൾ എന്നെ വിളിച്ചു. യൂണിവേഴ്സിറ്റി ആയിട്ട് എനിക്ക് പരിചയം, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോകണതല്ല. അപ്പോൾ എന്നെ വിളിച്ചു, ഇങ്ങനെ എന്താ ഭാഷ വേണ്ടോ ചോദിച്ചു.
അങ്ങ് തന്നോളൂ പറഞ്ഞു. ചെക്ക് തന്നു. അങ്ങനെ ആശാൻ്റെ അവിടെ കൊടുത്തു. അപ്പനോട് ചോദിച്ചു, മാഷക്ക് ഇതിൽ എന്തെങ്കിലും? ഒന്നും വേണ്ട, ഇത് കഴിഞ്ഞതിൻ്റെ വലിയ ഭാഗ്യം, ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇത്. അങ്ങക്ക് വേണ്ടി ഇങ്ങനെ അന്ന് ആശാന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പുരസ്കാരങ്ങളുടെ ഒക്കെ തുക 1 ലക്ഷം റുപ്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിനും 1 ലക്ഷം റുപ്യ വാങ്ങി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇതിൽ അങ്ങയുടെ ഒരു കാര്യം ഇല്ല ഉണ്ടോ? അതിൽ വാസുദേവൻ അല്ല പറയുന്നേ ഉള്ളൂ. ആശാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങൾക്ക് ഭാഷ കൊടുത്തിട്ടുള്ള ന്യായത്ത് പാലാണ്. NP വിജയകൃഷ്ണൻ. അത് അങ്ങയുടെ പേരുണ്ട്. എന്നോട് സ്നേഹവും പ്രത്യേക താല്പര്യവും കാണിക്കാറുള്ള പലരും കുറച്ചു കാലമായി ഇങ്ങനെയൊന്ന് എഴുതണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട്, എന്നാൽ ശ്രീ ഞായത്ത് ബാലനാണ് ഇക്കാര്യങ്ങൾ നിരന്തരമായി പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ. അതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സാധനം വരേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വേറെ രസം, അത് കഴിഞ്ഞ് മാതൃഭൂമിയിൽ നിന്ന് ഫോട്ടോഗ്രാഫറെ അയച്ചു. പിന്നെ ഫോട്ടോഗ്രാഫർ വെള്ളിനഴി പാലക്കാട് ജില്ല എന്ന് എഴുതിയപ്പോൾ ഫോട്ടോഗ്രാഫർ നേരിട്ട് പാലക്കാട്ടേക്ക് പോയി, കോഴിക്കോട് നിന്ന്. എന്നിട്ട് വെള്ളിനഴിക്ക് തിരിച്ചു, അവിടുന്ന് വെള്ളിനഴിക്ക് തിരിച്ചു വന്നു. വന്നപ്പോഴേക്കും 1 മണി ആയിക്കൊണ്ടു. അപ്പോൾ രാമചന്ദ്രൻ്റെ വീട് കുറച്ച് ഉള്ളിലേക്കാണ്. അവിടെ ചെന്നു. പിന്നെ എന്താ ചോദിച്ചു, മാതൃഭൂമിയിൽ നിന്ന് MT വാസുദേവൻ കുറച്ച് ഫോട്ടോ എടുത്ത് കുറച്ച് കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ വല്ല അവാർഡും ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 3-4 ഫോട്ടോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചെടുത്തു. അതായത് അതിൽ പൂജ ചെയ്തു. പിന്നെയാണ് വാസുദേവൻ കത്ത് വരണത്. ആ സാധനം മാതൃഭൂമിയിൽ പ്രതികരിക്കുകയാണ്, ഞാൻ ഫോട്ടോഗ്രാഫറെ അയക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് വരേണ്ടപ്പോൾ ഇയാൾ വന്നുപോയി. അപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ അദ്ദേഹത്തിന് എഴുതി വാസുദേവനേർക്ക്. അപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ വിജയകൃഷ്ണൻ എന്ന അവിടെ ഉണ്ട്. BEd നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേലാറ്റൂർ ഹൈസ്കൂളിലല്ലേ റിട്ടയർ ചെയ്തു അദ്ദേഹം, ഡോക്ടർ NP വിജയകൃഷ്ണൻ. മുളയങ്കാവുകാരനാണ്, അങ്ങാടിപ്പുറത്ത് താമസിക്കുന്നത് അല്ലേ? എൻ്റെ സ്റ്റുഡൻ്റാണ് മാരേങ്ങലം. അങ്ങ് മാരേങ്ങലം സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. അവിടുന്ന് SLG ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എന്ത് പറയണു, പിന്നീട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പിന്നീട് ഈ കളികൾ കാണാനുള്ളൊരു വ്യഗ്രത പിന്നീട് ഉണ്ടായോ? എല്ലാ കഥകളി കളി എവിടെ ഉണ്ടെങ്കിലും പോവോ? അത് എവിടേക്കും പോയിട്ടില്ല. അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ കഥകളിയോടുള്ള താല്പര്യത്തിൻ്റെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. മാഷുടെ അധ്യാപകൻ എന്നുള്ളേക്ക് പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജിൽ മലയാള അധ്യാപകനായിരുന്നു. പിന്നെ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? തുടക്കം പിന്നെ ജനതാ ഹൈസ്കൂൾ നടുവട്ടം. ആദ്യം തുടങ്ങുന്നത് അവിടെയാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് ഗവൺമെൻറ് സർവീസ് പോകുന്നത് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ നെന്മാറ. അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത് മാരായമംഗലത്തേക്ക്. മാരായമംഗലത്ത് പിന്നെ ഫ്രഷ് അപ്പോയിൻമെൻ്റ് ആയിട്ട് ഗവൺമെൻറ് സർവീസിൽ പോകണു കോളേജിൽ, എളയരത്തിട്ട് കോളേജ്. എളയരത്തിട്ട് പറഞ്ഞാൽ നീലേശ്വരത്ത് നിന്ന് ഒരു 30 കിലോമീറ്റർ ബസ്സിന് പോകണം. അതാണ് EK നായനാർ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ തൊട്ട് എളേരി പറഞ്ഞ അതാണ്. എളേരി ഏരിയയുടെ പേരാണ്. വെസ്റ്റ് എളേരി, ഈസ്റ്റ് എളേരി ഒക്കെ ഉണ്ട്. ഇത് വലിയ പഞ്ചായത്താണ്. പിന്നെ അതിൻ്റെ മുകളിലൊരു 10-15 ഏക്കർ പരന്ന സ്ഥലമാണ്. പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ 2 കിലോമീറ്റർ കുത്തനെ കയറി പോകണം. പിന്നെ കശുമാവൻ തോട്ടാണ് മുഴുവൻ, അല്ലെങ്കിൽ റബ്ബർ. വർഷക്കാലത്ത് ഈ തുലാവർഷക്കാലത്താണെത്താൽ ഈ കോളേജിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ വഴി കാണും, പോരാൻ കാലത്ത് വഴി കാണില്ല. ഈ ഉച്ചയ്ക്കൊരു മഴ ഉണ്ടല്ലോ തുലാവർഷത്തിന്, ആ മഴ പെയ്താൽ ഈ ഇഞ്ചിപ്പുല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഏതിയാ പോകണത് നമുക്കറിയില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ അവിടുത്തെ പൊടോറ കുഞ്ഞമ്പൂ നായരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അവിടുത്തെ വലിയ മാർക്സിസ്റ്റ് പ്രവർത്തനമാണ്. അവരൊരു LP സ്കൂളുണ്ട് ഇതിൻ്റെ മുകളിൽ. ആ LP സ്കൂളിലാണ് കോളേജ് ആദ്യം വർക്ക് ചെയ്തിരുന്നത്. അവരിതിന് ഡൊണേറ്റ് ചെയ്താണ് ആ സ്ഥലം. അങ്ങനെയുള്ള അവിടെയാണ് 2 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പെരിന്തൽമണ്ണ കോളേജിൽ ട്രാൻസ്ഫറായി. പെരിന്തൽമണ്ണയെന്നാണ് റിട്ടയർ ചെയ്തത്. ആ കാലയളവിൽ നമ്മുടെ പാലക്കീടൊക്കെ കൂടെ ഉണ്ടോ? പാലക്കീടിൻ്റെ സീനിയറാണ്. പട്ടാമ്പി കോളേജിൽ പാലക്കീട് പോകുന്ന കൊല്ലാണ് ഞാൻ ചേരേണ്ടത്. അപ്പോൾ 4 കൊല്ലത്തെ വ്യത്യാസം ഞങ്ങളും വരും. അതൊക്കെ മലയാള സാഹിത്യത്തിലെ നിരവധിയായ പ്രഗത്ഭരുമായി നല്ല ബന്ധമുണ്ട്. MT വാസുദേവൻ നായരായിട്ട് നല്ല അടുത്ത ബന്ധം, താല്പര്യമായിരുന്നു. അതെ. C രാധാകൃഷ്ണൻ്റെ താല്പര്യമാണ്. അങ്ങനെ കുറേ ആളുകളുണ്ട്. പിന്നെ അത് പൊന്നാനി കളരിയാണല്ലോ, ജനിച്ച സ്ഥലം പൊന്നാനി കളരിയുടെ ചില ഭാഗങ്ങളാണ്. അതെ. പിന്നെ വാസുദേവൻ ഇദ്ദേഹത്തെ ഭാഷ വളരെ ഇഷ്ടമായിരുന്നു. തിരുനോട്ടത്തിലത്തെ അത് എന്നിട്ട് വാസുദേവൻ ഞാൻ അവിടെ കോട്ടയ്ക്കിൽ പിന്നെ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഒരു 16 കൊല്ലം പിന്നെ കോട്ടയ്ക്കിൽ ജോലി ചെയ്യണ്ടായി. കോട്ടയ്ക്കിലെ ആയുർവേദശാലയുടെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട്
ഡോക്ടർ KG പൗലോസ്, ഡോക്ടർ MR രാഘവരൊക്കെയാണ് KG പൗലോസ് സാറ് പട്ടാമ്പി കോളേജിൽ പഠിപ്പിച്ചിട്ടില്ല, പ്രൊഫസറായിരുന്നു. കോളേജിൽ നിന്ന് പഠിച്ചു. കലാമണ്ഡലം VC ആയിരുന്നില്ലേ? കലാമണ്ഡലം VC ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പോയത് പഠിക്കാണ് കോട്ടയ്ക്കൽ പബ്ലിക്കേഷൻ്റെ ചീഫ് എഡിറ്ററായിട്ട്. അവരൊക്കെ പാടെയാണ് എന്നെ അങ്ങനെ വിളിച്ചത്. പിന്നെ പബ്ലിക്കേഷൻസ് സബ് എഡിറ്ററായിട്ട്. അതേ സമയത്ത് PK വാര്യരുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് പോലെ അദ്ദേഹത്തിന് ചില എഴുത്തുകളൊക്കെ സഹായിക്കേണ്ട ആവശ്യം വരും. അങ്ങനെ ധാരാളം ഇൻ്റർവ്യൂ ഒക്കെ വരും അദ്ദേഹത്തിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കേണ്ടി വരും. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെയും കുറേ 4 പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്, പബ്ലിക്കേഷൻ്റെ പേരിലും അവരുടെ പേരിലൊക്കെ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പിന്നെ ആലത്തിയൂർ മണിപ്രവാളം. ആലത്തിയൂർ മണിപ്രവാളം എന്ന ഒരു പഴയ വ്യാകരണ ഒരു ആയുർവേദ ഗ്രന്ഥമുണ്ട്. ഇതിനെ പറ്റിയിട്ട് ലീലാതലകത്തിൽ പ്രസ്താവന വരുന്നുണ്ട്. ഇത് ആലത്തിയൂർ മണിപ്രവാളെ എന്ന് പറഞ്ഞിട്ട് ആലത്തൂർ മണിപ്രവാളത്തിൽ ഇങ്ങനെ ഭാഷ പ്രയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആലത്തിയൂർ എന്ന് പറഞ്ഞാൽ തിരൂർ അടുത്തുള്ള ആലത്തൂർ നമ്പി നമ്മുടെ ഈ വൈദ്യന്മാരെല്ലാം അറിയോ? ആ വൈദ്യന്മാരിൽ ഒന്നാണല്ലോ ആലത്തൂർ നമ്പി. അവിടെ ഇപ്പോഴും ഒരാളുണ്ടതുകൊണ്ട് ആ ആലത്തൂർ നമ്പിയുടെ കാലത്ത് പൂർവികനായിട്ടുള്ള ആരോ ഒരാൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള സാധനമാണിത്. അതാണ് പിന്നെ അതിൽ അന്നത്തെ പ്രാചീന ഭാഷയെ പറ്റിയിട്ട് ഒരു പ്രയോഗമുണ്ട്. അതാണ് ആലത്തൂർ മണിപ്രവാളത്തിൽ ഇങ്ങനെ പറയുന്നു എന്ന്. അങ്ങനെയാണ് ഈ ആലത്തൂർ മണിപ്രവാളം എന്നൊരു സാധനം ഉണ്ടെന്ന് പുതിയൊരു ആലത്തൂർ മണിപ്രവാളം ലഭ്യമാണോ? കോട്ടയ്ക്ക് കിട്ടും, പബ്ലിക്കേഷൻ കോട്ടയ്ക്ക് സെയിൽസിനുണ്ടാവും. ഇവിടെ തന്നെ കോപ്പി കാണും, എൻ്റെ അടുത്തൊരു കോപ്പി കാണും, അതിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അത് ഡോക്ടർ MR രാഘവരാണ് അത് പുസ്തകമാക്കി പ്രതികരിച്ചത്. പിന്നെ ആലത്തൂർ നമ്പി ഒരു പുതിയ തലമുറ വന്നപ്പോൾ അവിടെ അവരുടെ ഈ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ പാട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചു കൊടുത്തു. ഇവിടെ എടുത്തിരുന്ന കേടൊരു കാര്യമില്ല. ഇതവിടെ കിട്ടിയ കാര്യം MR രാഘവർക്ക് അറിയാം. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്തത്. അദ്ദേഹം അത് കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്ക് തോന്നുന്നു പുസ്തകമാക്കണല്ലോ പറഞ്ഞു. ശരി പറഞ്ഞു. അതിൽ ഈ പൊടിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ 3-4 MR രാഘവര്, ഞാൻ, പിന്നെ അവിടെ ഡോക്ടർ ശ്രീകൃഷ്ണൻ ആരോഗ്യത്തിൽ വൈദ്യസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പഴകിട്ടുള്ളതിനാണ് ഡോക്ടറെ വിളിക്കുന്നത്. സാഹിത്യം ഞങ്ങൾ അവിടെ ശരിയാക്കി അങ്ങനെയാണ്. അപ്പം അങ്ങനെ കൊടുത്തിട്ട് അതിലേറ്റവും പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ വൃത്തബോധം കൊണ്ടാണ് ഞങ്ങളത് ഫില്ലപ്പ് ചെയ്തത്. ഇന്ന് വൃത്തം പാടില്ല, മലയാളത്തിലല്ലേ പറയണത്. വൃത്തത്തിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാത്ത ആ മാതിരിയാണ് നോക്കണത്. അതിൻ്റെ അത് പറയാതെ മണിക്കൂറോളം പറയാൻ വേറെ കാര്യമുണ്ട്, അത് വിടും. പിന്നെ ഇങ്ങനെ വരുമ്പോൾ പിന്നെ അവിടെ പൊടിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം അതിന് ഞങ്ങൾ MR സാറോ ഞാനോ അതിന് പാകത്തിലൊരു വാക്ക് പറയും. ആ വൃത്തം ഒപ്പിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ പേര് ഔഷധങ്ങളുടെ പേരാവും പലപ്പോഴേ. ആ പേര് ഞങ്ങൾ പറഞ്ഞാൽ അത് ഈ ഔഷധത്തിൻ്റെ യോഗത്തിലേക്ക് ചേരുന്നുണ്ടോ എന്നാണ് ഡോക്ടർ നോക്കേണ്ടത്. അതിനാണ് ഒരു ഡോക്ടറെ ഒപ്പം നിർത്തുന്നത്. അതിനാണ് ഡോക്ടർ ശ്രീകൃഷ്ണൻ കൂടിയത്. അതെ. അപ്പോൾ MR രാഘവർ സാറും വാര്യർ സാറും കൂടി അത് നോക്കി അല്ലേ. അങ്ങനെ അത് പുസ്തക രൂപത്തിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചില കാര്യം അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ PSC നാട്യസംഘത്തിൻ്റെ ചരിത്രം അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെ പിന്നെ കോട്ടയ്ക്കൽ പഴയ ആചാര്യൻ കൃഷ്ണൻകുട്ടിയാരാശാൻ്റെ ജീവനത്തിൻ്റെ ഒരു ഇതായിട്ടില്ല. പിന്നെ കോട്ടയ്ക്കൽ ഗോപീനാഥരാശാൻ്റെ പുസ്തകം, അങ്ങനെ കുറേ പുസ്തകം അവിടെ ധാരാളം എഴുതിയിട്ടുണ്ട്. മാഷയുടെ ഒരു എഴുത്ത് ജീവിതം എപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ പുതിയ എഴുത്ത് എന്തെങ്കിലും ഉണ്ടോ? എഴുത്തും കുറവ്, കമ്മിയാല്ലേ. അത് അതേ ഈ എൻ്റെ എഴുത്ത് ഇപ്പോൾ ആർക്കും ഇപ്പം ഈ മാതിരിക്ക് എഴുതാൻ പറ്റില്ല. അതെ അതെ അതെ. അപ്പോൾ പഴയ കാലത്തെ ഒരു എഴുത്തും പുതിയ കാലത്തെ എഴുത്തും വലിയ പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് പ്രൊഫസർ ഞായത്ത് ബാലൻ മാഷ് പറയുന്നത്. പുതിയ കളികളും പഴയ കളികളുമായി വേർതിരിക്കപ്പെടുന്നൊരു കാലത്ത് താനെങ്ങനെ നിൽക്കും എന്നും അദ്ദേഹം ചോദിക്കുന്നു. പറയൂ സാർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പഠിപ്പിക്കേണ്ട ആ അവസ്ഥ കഴിഞ്ഞപ്പോൾ പിന്നെ കവിത വായിച്ചിട്ടില്ല, പുതിയ കവിത. അത് ശരി. അന്നത് ഒരു എൻ്റെ വൈദ്യപഴപ്പൻ്റെ ഒരു ഭാഗമാണ്. ആരെന്ത് എഴുതിയാലും ടെക്സ്റ്റാക്കും. ടെക്സ്റ്റാക്കിയാൽ ആധുനിക കവിതകൾ വായിക്കാറില്ല. ഇപ്പോൾ വായിക്കാറില്ല. ഇപ്പോൾ ഈ കവിതകളുടെ ഒരു ഭാഷാ പ്രയോഗങ്ങൾ വൃത്തത്തിലധിഷ്ഠിതമാണ് അല്ലേ. ഇപ്പോൾ ആ വൃത്തത്തിൽ അധിഷ്ഠിതമായ രചനകൾ ഇപ്പോൾ വരുന്നില്ല എന്നാണോ? അതുകൊണ്ട് വൃത്തല്ല കവിത. അല്ല അല്ല അല്ല, ഞാൻ പറഞ്ഞു താളാത്മകമായ വിഷയം. അല്ലെങ്കിൽ ആ വൃത്തല്ലെങ്കിൽ തന്നെ നല്ല കവിതയാവാം. പഴയകാലത്തെ ചമ്പുകളില് ഗദ്യം എന്നൊരു ഭാഗമുണ്ട്. ആ ഗദ്യത്തിന് പല ഭാഗത്തും വൃത്തമില്ല. പക്ഷെ അതുകൊണ്ട് അതിൽ കവിതയ്ക്കൊന്നും യാതൊരു മോശമില്ല, കോട്ടം വന്നിട്ടില്ല ഇല്ല. അപ്പോൾ പിന്നെ
അത് മാത്രമല്ല, പക്ഷേ അത് നമ്മുടെ ശങ്കരഗ്രൂപ്പ് മഹാകവി ശങ്കരഗ്രൂപ്പ് പറഞ്ഞെന്താ, നമ്മുടെ നൂറ്റാണ്ടുകളുടെ സംസ്കാരത്തിന് ഉണ്ടായിട്ടാണ് വൃത്തബോധം എന്നാണ്. അത് ഇല്ലാതാക്കുന്നത് മഹാഭാവമാണെന്നാണ് ശങ്കരഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വൃത്തത്തിൽ അച്ചടിച്ച ശങ്കരക്കുറുപ്പിൻ്റെ വരികൾ പോലും വൃത്തമാണ് തോന്നിക്കാതിരിക്കാൻ വേണ്ടി പല ഭാഗമായിട്ട് മുറിച്ചിട്ടാണ് പത്രങ്ങളിലൂടെ അടിക്കാറുള്ളത്. ഇപ്പോൾ ഒരു ലേഖനത്തിൽ നമ്മളൊരു പദ്യം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വൃത്തത്തിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വൃത്തമല്ല തോന്നിക്കാൻ വേണ്ടി മുറിച്ചിട്ടാണ് അവർ അച്ചടിക്കുക. ഇപ്പോൾ ഭക്തപ്രിയാലും ഗുരുവായൂരത്തൊരു മാസിക ഉണ്ടല്ലോ, അതിലടക്കപ്പോൾ നാരായണീയത്തിലോ അല്ലെങ്കിൽ ഭാഗവതത്തിലോ പദ്യം നമ്മൾ കോട്ട് ചെയ്ത് കൊടുത്താൽ അത് വൃത്തബദ്ധമാണ്, വളരെ വ്യക്തമാണ്. അത് മുറിച്ചിട്ട് അതിലത്തെ ഒരു വരിയെ മുറിച്ചിട്ട് 3-4 കട്ടാക്കിയിട്ട് വൃത്തമല്ല തോന്നിക്കണം. യെസ്, എത്ര പറഞ്ഞാലും മതിയാവാത്ത സാഹിത്യ പ്രേമിയും കലാപ്രേമിയും അധ്യാപകനുമായ ഞായത്ത് ബാലൻ മാഷുടെ വിശേഷം പറഞ്ഞാൽ തീരില്ല. ഇനിയും നമുക്ക് സംസാരിക്കേണ്ടി വരും. എന്തായാലും നമ്മുടെ സമയത്തിൻ്റെ ഒരു കുറവ് കാരണമാണ് അദ്ദേഹത്തിനോട് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ വീണ്ടും സമീപിക്കും. അങ്ങയുടെ കുടുംബം, ഭാര്യ, അദ്ദേഹത്തിൻ്റെ പേരെന്താ? പ്രേമലത. ഒരു ഭാര്യ, ഒരു മകൻ. അതെ അതെ, മകൻ അധ്യാപകനാണ് വല്ലപ്പുഴ. അതെ അതെ, വല്ലപ്പുഴ ഹൈസ്കൂളിലെ സുഷേൻ. അതെ, സുഷേൻ ബാലൻ എന്നുണ്ടോ? ഇല്ല, സുഷേൻ. അല്ല, എന്താ അദ്ദേഹത്തിൻ്റെ വിഷയം ഏതാ? പേരോ? അല്ല, വിഷയം പഠിപ്പിക്കണ മാത്സ്. കണക്ക് അധ്യാപകനാണ് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി, വല്ലപ്പുഴ ഹൈസ്കൂളിലെ. ഇപ്പോൾ IT-യുടെ മാസ്റ്റർ ട്രെയിനറായിട്ട് ഡെപ്യൂട്ടേഷനിൽ പോവാണ്. അപ്പോൾ പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. വലിയ സന്തോഷമുണ്ട് അങ്ങേപ്പോലുള്ളൊരു മഹാമനുഷ്യനെ നമുക്ക് കിട്ടിയതിൽ. എന്തായാലും വലിയ സന്തോഷം. പടവുകളിൽ വന്ന പടവ് കാണികൾക്കൂടെ എന്താ പറയാനുള്ളത് അങ്ങേക്ക്? എന്തെങ്കിലും പറയാൻ പുതുതായിട്ട്? ഇതൊക്കെ തന്നെ പറയാം. നല്ലത് വായിക്കുക, നല്ലത് എഴുതുക, അതൊക്കെ തന്നെ വേണ്ടു. ഇപ്പോൾ പൊതുവെ വായന തന്നെ കുറയുന്നുണ്ടല്ലോ. അതെ, പിന്നെ ഉണ്ടെന്നും പറയണ്ട, ഇല്ലാന്നും പറയണ്ട. പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങാനുണ്ട്. ആരാത് വായിക്കേണ്ടാവും ആരെങ്കിലും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ആ പുസ്തകത്തിൻ്റെ 30 എഡിഷൻ ഇറങ്ങി പറഞ്ഞാൽ 30,000 കോപ്പി ഇറക്കിയിട്ടുണ്ടാവില്ല. ഒരു പ്രിന്റ് 1000 കോപ്പി ഉണ്ടാവും. അപ്പോൾ ഏതായാലും പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതുപോലെ മാതൃഭൂമി പത്രം എടുത്ത് നോക്കിയാൽ ഞായറാഴ്ച നോക്കൂ, ഒരു 10-20 പുതിയ പുസ്തകം ആ ആഴ്ച ഇറങ്ങിയ പുസ്തകത്തിന്റെ പരസ്യം കാണാതില്ല. ആ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, വാങ്ങാനല്ലാതെ അത് ഇറക്കില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് പറഞ്ഞാൽ മതിവരാതെ പറയാൻ ഉള്ള ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു മഹാമനുഷ്യനുമായിട്ടാണ് നമ്മൾ കുറച്ചേരം സംസാരിച്ചത്. അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ട്. സാഹിത്യ സംബന്ധമായ കാര്യങ്ങൾ, കഥകളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എഴുത്തുജീവിതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു മഹാമനുഷ്യനുമായി കുറച്ചേരാണ് സംസാരിച്ചത്. എന്തായാലും നമുക്ക് വീണ്ടും അദ്ദേഹത്തെ കാണാം. പടവുകളിൽ വന്ന അങ്ങേക്ക് വലിയ നന്ദി. താങ്ക് യു സാർ. വലിയ സന്തോഷം.